दो दो नैना परिंदे भर गए उड़ान दो दो नैनों में ख्वाबों की. പേഴ്സണലി എനിക്കും അനുരാഗ വിലോചനായി എന്ന പാട്ടിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം കനലുകളാടിയാണ്. അത് കോമ്പോസിഷൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എരിവോ തീരാനെന്നും ചേരും മധുരം പോലെ എന്നോടെന്തേ ഇഷ്ടം കൂടി പെണ്ണെ നീ. ഐ ജസ്റ്റ് ഫെൽറ്റ് സോ നൈസ്. ഞാൻ സാറിനോട് പോയി താങ്ക് യു പറഞ്ഞിരുന്നു. അത്ര നല്ലൊരു കോമ്പോസിഷൻ അതിന് പാടാൻ വേണ്ടി എന്നെ ഓർത്തതിന് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അനുരാഗ വിലോചനും ധോനേനെയും സോളമനും ശോശനെയും ഒക്കെ നമുക്ക് തന്ന ശ്രീകുമാർ വകേൽ, വെൽക്കം സർ. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. അപ്പോൾ അനുരാഗ വിലോചൻ തന്നെ തുടങ്ങാം. സാറിൻ്റെ പ്ലേലിസ്റ്റിലെ ഏറ്റവും ഫേമസ് പാട്ടുകൾ അല്ലെങ്കിൽ ഒരു എവർഗ്രീൻ പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം തന്നെ പെട്ടെന്ന് ഓർമ്മ വരിക അനുരാഗ വിലോചനായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നീലത്താമരയിലേക്ക് വരുന്നത് അത് വിദ്യാസാഗർ സാറിൻ്റെ കൂടെ അതിനു മുമ്പൊരു പാട്ട് ചെയ്തിരുന്നു, കനലുകളാടിയ മുല്ലയിലത്തെ. സോ അന്ന് അത് പാടി സാറിന് എൻ്റെ വോയിസ് ഇഷ്ടമായിരുന്നു. അത് കാരണം സാറ് പിന്നെയും ഐ റിമെമ്പർ ഒരു ഫങ്ഷന് കണ്ടുമുട്ടിയപ്പോൾ സാറിന് തോന്നി കനലുകളാടിയ എന്നുള്ള പാട്ട് എത്ര ഹിറ്റാവണോ അത്ര ഹിറ്റായില്ല എന്ന് സാറിനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സാറിനത് ശ്രീയുടെ വോയിസ് ഒന്നുകൂടി ആൾക്കാർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അന്ന് സാറിൻ്റെ മുറിയിലിരിക്കുമ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സാറ് അനുരാഗ വിലോചനായി പാടാൻ വേണ്ടിയിട്ട് വിളിക്കണം. അപ്പോൾ ഐ ഡോണ്ട് നോ അതിൽ ശ്രേയ ഘോഷാലും പാടുന്നുണ്ടെന്ന് എനിക്കറിയണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി, നല്ല പാട്ടായിരുന്നു, പാടി. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഐ ജസ്റ്റ് റിമെമ്പർ അത് പാടി ഞാൻ ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഐ ജസ്റ്റ് ഫെൽറ്റ് സോ നൈസ്. ഞാൻ സാറിനോട് പോയി താങ്ക് യു പറഞ്ഞിരുന്നു. അത്ര നല്ലൊരു കോമ്പോസിഷൻ അതിന് പാടാൻ വേണ്ടി എന്നെ ഓർത്തതിന് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. സോ ദാറ്റ്സ് എ മെമ്മറി ഐ ഹാവ്. ആഫ്റ്റർ ദാറ്റ് ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്. വിദ്യാജിയുടെ കൂടെ രണ്ടാമത്തെ പാട്ട്. അതെ. അപ്പോൾ ആദ്യത്തെ പാട്ട് മുല്ലയിലെ കനലുകളാടിയ കണ്ണിൽ നിന്നൊരു കിന്നാരം. അപ്പോൾ ആ പാട്ട് ഇപ്പോൾ വിദ്യാസാഗർ സാറിന് തന്നെ തോന്നി അത് അത്രയും ഹിറ്റായില്ല എന്ന്. പക്ഷേ ഹിറ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, കേട്ടിട്ടുള്ളവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ കേട്ടവർ കുറവാണ്. മേ ബി ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് വീണ്ടും വൈറലാവുകയും ആളുകൾ പാടുകയും രണ്ടാമത് പോയി യൂട്യൂബിൽ അത് കാണുകയും അല്ല കനലുകളാടി കണ്ണിൽ നിന്നൊരു കിന്നാരം അങ്ങനെ ഉണ്ടായി. സാർ അറിഞ്ഞോ? സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തൊരാൾ അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ആള് ആയതുകൊണ്ട് ചോദിച്ചാണ്. ഇനി ഞാൻ അത് അറിഞ്ഞില്ല. അനുരാഗ വിലോചനായി പിന്നെയും ട്രെൻഡ് ആവുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് കനലുകളാടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ. അപ്പോൾ അതിൽ നമുക്ക് ആ യൂട്യൂബിലെ പാട്ടെടുത്ത് നോക്കിയാൽ കാണാം, താഴെ ഒത്തിരി ആളുകൾ അവരുടെ മെമ്മറീസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള കുറേ 90s കിഡ്സാണ് അതിൽ മെമ്മറി ഷെയർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുടെ കുട്ടിക്കാലം, സ്കൂൾ കാലം, വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വെക്കേഷൻ ടൈമിലുള്ള മെമ്മറീസ് ഒക്കെ ആയിട്ട് കമൻസിൽ ഇഷ്ടംപോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ സാറിന് തോന്നുന്നില്ല ആ പാട്ടിന് ഇപ്പോൾ ഒരു റീച്ച് കിട്ടി, ഇപ്പോൾ വീണ്ടും ആൾക്കാർ കേൾക്കുന്നു? അപ്പോൾ ഒരു സിംഗർ എന്നുള്ള നിലയിൽ വാട്ട് യു ഫീൽ? ഫസ്റ്റ്ലി ആസ് ഐ സെഡ്, എനിക്ക് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ കനലുകളാടിയ ഇസ് ഓൾസോ ഗെറ്റിംഗ് റീപോപ്പുലറൈസ്ഡ്. അത് see, it's the beauty of the composition. All credit goes to the composer. അത്രയും നല്ല ഫോർ മീ ഓൾസോ പേഴ്സണലി എനിക്കും അനുരാഗ വിലോചനായി എന്ന പാട്ടിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം കനലുകളാടിയാണ്. അത് കോമ്പോസിഷൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. യു ജസ്റ്റ് ഫീൽ വെരി എക്സ്പാൻഡഡ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ട്രിപ്പിന് പോയ പോലെ ഉണ്ട്. അത് നല്ലൊരു ഫീലാണ് ആ പാട്ടിന് തുടക്കത്തിൽ ഒരു ട്രെയിനിന്റെ താളം നമുക്ക്. അതെ അതെ അതെ. സോ അത് സാറിൻ്റെ ജീനിയസ് ആണ് അത്. ആ കോമ്പോസിഷൻസ് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ഇന്നും പറയാറില്ലേ പണ്ടത്തെ പാട്ടുകളൊക്കെ എപ്പോഴും നമ്മൾ അതുപോലെ തന്നെയാണ് ദീസ് കോമ്പോസിഷൻസ് ആർ എവർ ഗ്രീൻ. ഇപ്പോൾ
ഒരു 15, 20, 30 കൊല്ലം കഴിഞ്ഞാലും ഐ എം ഷുവർ people will continue enjoying these songs and they'll consider it as evergreen songs of Malayalam film industry. അപ്പോൾ ഈ എരിവോ തീരാനായി ആ ഒരു പോർഷനാണ് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് കൂടുതൽ ഹിറ്റായത്. തുടക്കം കനലുകൾ ആടിയ എന്നുള്ളതിനേക്കാളും ഈ ഒരു പോർഷനാണ് ഹിറ്റായത്. വരികൾ ഓർമ്മയുണ്ടോ? എരിവോ തീരാനെന്നും ചേരും മധുരം പോലെ എന്നോടെന്തേ ഇഷ്ടം കൂടി പെണ്ണേ നീ അല്ലേ? See the beauty of it. ഇന്നത്തെ കാലത്ത് നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറവാണെന്ന് പറഞ്ഞിട്ട് വിതിൻ 15 സെക്കൻഡ്സ് ക്യാപ്ചർ ചെയ്യുന്ന ട്യൂൺ ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അന്ന് അതൊന്നും ആലോചിക്കാൻ്റെ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഓരോ ഭാഗവും ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് കാരണം അതൊന്ന് ഏതെടുത്താലും അതന്നെ ഒരു സെപ്പറേറ്റ് ട്രെൻഡിങ് മെറ്റീരിയലാക്കി മാറ്റാം. ഒരു പാട്ടിൽ തന്നെ ഒരു ഭാഗം മാത്രം ട്രെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോസ് ദാറ്റ് യു ഡോണ്ട് നീഡ് ടു ആക്ച്വലി കൺഫൈഡ് ടു അങ്ങനെ 10 സെക്കൻഡ് 15 സെക്കൻഡ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം. അത് ലോങ് ലാസ്റ്റിംഗ് ഒരിക്കലും ആവില്ല. ഒരു ഫുൾ പ്രോപ്പർ കോമ്പോസിഷൻ, ഒരു ആർട്ടിസ്റ്റിക് കോമ്പോസിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ഭാഗവും നിങ്ങൾക്കത് ട്രെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അത് താനേ അത് ട്രെൻഡ് ആവുന്നു. അതിന് ട്രെൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. It will automatically become popular and people would accept it like that. So these are compositions like that. Every line is beautiful in that. What I'm saying is, when you compose or create something with all your heart, without getting influenced by ഇത് പെട്ടെന്ന് ഹിറ്റാക്കണം എന്നോ അങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ അജണ്ട ഇല്ലാണ്ട് നമ്മളൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി എവർ ലാസ്റ്റിംഗ്. അപ്പം അങ്ങനെയുള്ള ഇന്ന് ലിമിറ്റഡ് ആവുന്നു കോമ്പോസിഷൻസ്. അങ്ങനെ ഷെൽഫ് ലൈഫ് എല്ലാത്തിൻ്റെയും കുറയുന്നു. പക്ഷേ there are still composers who still try to create something beautiful. So yeah, anyway. പിന്നെ പാടിയ പാട്ടുകൾ കൂടുതലും മെലഡീസാണ്. ഫാസ്റ്റ് ട്രാക്കുകൾ പാടിയത് വളരെ കുറവാണ്. പക്ഷെ അതിലൊരെണ്ണമാണ് അർജുനൻ സാക്ഷിയിലെ ഇക്കാണും നാടകരംഗം. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇക്കാണും നാടകരംഗം സർപ്രൈസിംഗ്ലി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഐ വുഡ് സേ ദാറ്റ്സ് ഹർ ഫേവറേറ്റ് സോങ്. ഞാൻ അത്ര ഫാസ്റ്റ് വേറെ പാട്ടുകളൊന്നും പാടിയില്ല. സോ ഷീ ഓൾസോ അപ്രീഷിയേറ്റ്സ് ദാറ്റ്. നിൻ്റെ ആകെ ഒരു only one person tried you for a fast song. അത് it was very fun. Actually that's the shortest recording I have ever done. I think ഞാൻ within 20 മിനിറ്റ്സിനുള്ളിൽ 15-20 മിനിറ്റ്സിനുള്ളിൽ പാടിയൊരു പാട്ടാണത്. സ്റ്റുഡിയോ അത്ര ആൻഡ് ഇറ്റ് വാസ് വെരി ഫൺ. പെട്ടെന്ന് കയറി പാടി പുറത്തേക്ക് ഇറങ്ങി. ആൻഡ് അത് നല്ല അത്രേ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ ട്യൂൺ ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ കുറേ അതിൻ്റെ പേസ് കാരണം കുറേ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ബിക്കോസ് ഇറ്റ് വാസ് ന്യൂ ഫോർ മീ ഓർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ സ്വതവേ പാടുന്ന ശൈലിയിൽ അല്ലാണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഫൺ. ഐ എൻജോയ്. അങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ ഐ ട്രൂലി എൻജോയ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കിട്ടാറില്ല. മെലഡീസ് ആണ് കൂടുതലും. കൂടുതൽ ആൾക്കാർ അതിലാണ് യൂസ് ചെയ്യാറ് എൻ്റെ വോയിസ്. ബട്ട് ഐ എൻജോയ്. പാട്ട് വളരെ അണ്ടർറേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആരും കേട്ടിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ ആദ്യം മാത്രമായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇക്കാണും നാടകരംഗം എനിക്ക് തോന്നുന്നു അർജുൻ സാക്ഷിയിലെ ഒരു പാട്ടേ ഉള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. അതെ, ഒരൊറ്റ പാട്ടേ ഉള്ളൂ. അത് ആ സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു പാട്ടും കൂടെ. അതുകൊണ്ടായിരിക്കും അത്രയ്ക്കങ്ങ്. അതൊരു സിറ്റുവേഷനിൽ ആ തുടക്കത്തിൽ അതിനിടയ്ക്ക് ഡയലോഗ്സും ഉണ്ട്. ഇവര് രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യുന്ന പോലെ. അത് ഫുള്ളി ഒരു പാട്ട് പോലെ അല്ല പോകുന്നത്. ശരിയാണ്. ചില പാട്ടുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ കുറവായിരിക്കും. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ കുറവായിരിക്കും. അത് മലയാളത്തിൽ അധികം പാട്ടുകൾ അങ്ങനെ ഇല്ല. വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ധോലേന അല്ലെങ്കിൽ സോളമനും ശോശനെയും പിന്നെ പുന്നാരക്കാട്ടിലെ പൂമരത്ത് മലയക്കോട്ടെ വാലിബനിലെ, ഇങ്ങനെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഇങ്ങനൊരു പരീക്ഷണം ഉണ്ടായിട്ടുള്ളൂ മലയാള സിനിമയിൽ. അപ്പോൾ മറ്റ് അയർക്കൊന്നും കിട്ടാത്തൊരു വേണമെങ്കിൽ ഒരു ഭാഗ്യം എന്ന് പറയാം. അതൊരു പരീക്ഷണമായിരുന്നു മലയാള സിനിമയിൽ, അധികം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഇതിന് ഉത്തരമായിട്ട് പറയണ ലേയേഴ്സ്
അണ്ടർ ദിസ്. ഒന്ന് രണ്ട് പെർസ്പെക്റ്റീവ് നോക്കേണ്ടി വരും. വൺ ഈസ് ദ കമ്പോസേഴ്സ് കൺവിക്ഷൻ. നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം നിറയ്ക്കാൻ വേണ്ടി വിചാരിക്കും, എല്ലാം മസാല ഇടട്ടെ. ഇപ്പോൾ സിനിമ ആണെങ്കിൽ അതിൽ എല്ലാ ഇമോഷനും വരട്ടെ, ആക്ഷൻ ഉണ്ടാവട്ടെ, റൊമാൻസ് ഉണ്ടാവട്ടെ, ഡ്രാമ ഉണ്ടാവട്ടെ, കോമഡി ഉണ്ടാവട്ടെ, ഓഡിയൻസ് എല്ലാം കിട്ടണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഏറെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നു മസാല ഫിലിംസ്. മ്യൂസിക്കിൽ അങ്ങനെ തന്നെയാണ്. യു വോണ്ട് ടു പുട്ട് ഇൻ സോ മച്ച് ദാറ്റ് ആ ഒരു 3.5-4 മിനിറ്റ് 5 മിനിറ്റിൽ ആൾക്കാരുടെ ശ്രദ്ധ ഒട്ടും പോകാൻ പാടില്ല. അതെ, എവിടെയെങ്കിലും ബോറാണ്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കയറ്റാണ്. നമ്മൾ അങ്ങനെ പലതും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരാൾക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നുക, നമ്മൾ വേക്കൻ്റായി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ഹിസ് കൺവിക്ഷൻ, ദ കമ്പോസേഴ്സ് കൺവിക്ഷൻ, ഹിസ് കോൺഫിഡൻസ് ഇൻ ഹിസ് ഓൺ സെൽഫ്. സോ ഐ വുഡ് സേ ഇതാ കമ്പോസർ, ആ പ്രശാന്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഹിസ് റിഫ്ലക്ഷൻ, ദാറ്റ് അവൻ്റെ ഒരു വിശ്വാസമാണ് ഇതിന് വേറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആ ഡയറക്ടറിൻ്റെയും ലിജോ ജോസിൻ്റെ ഓൾ ദീസ് സോങ്സ് ദാറ്റ് യു പിക്ഡ് അപ്പ്, ദർ ഓൾ ലിജോ ജോസ് പെലിശ്ശേരി വർക്ക്. So this showcases their confidence in their own self first and അവരുടെ ക്രാഫ്റ്റിൽ അവരുടെ കോൺഫിഡൻസിലുള്ളത്. ആ ക്ലാരിറ്റി ഉള്ളപ്പോൾ പിന്നെ നമുക്കറിയാം അതിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ആസ് എ സിംഗർ ഞാൻ ഒരു പാട്ട് എൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ അതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടോ ഇല്ലയോ. ഞാൻ പാടി കേൾക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ വോയിസ് തന്നെ ഉള്ളൂ, പലപ്പോഴും എൻ്റെ വോയിസ് തന്നെ ഉള്ളൂ. എല്ലാ പാട്ടുകളും ഇന്നത്തെ കാലത്ത് പലരും അങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ഒരു ബേസിക് ഒരു റിതം കൊടുത്തിട്ടുണ്ടാവും, ബേസിക് ഒരു പാഡ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ഞാൻ പാടുന്നു. അത് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അവരോട് സ്റ്റുഡിയോയിൽ പറയും എൻ്റെ വോയിസ് മാത്രമായി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഐ ക്യാൻ ജഡ്ജ് മൈ സെൽഫ് കി ഇഫ് മൈ വോയിസ് ഇസ് സ്റ്റാൻഡിങ് അലോൺ അത് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വതവേ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ അതൊരു നല്ല ക്വാളിറ്റി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചേർത്താലും കുഴപ്പമില്ല, എന്നാലും ഇറ്റ് വിൽ സ്റ്റാൻഡ് ഔട്ട്. സോ ഫോർ മീ പേഴ്സണലി അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. പക്ഷെ അഫ്കോഴ്സ് അത് പുറത്തിറങ്ങുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ നോർമലി ഉണ്ട്. അപ്പം ഇങ്ങനെ തന്നെ വരാന്നറിയാമായിരുന്നു, ഇല്ല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കില്ല. അത് ആമൻ വാസ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് വേർ സോളമനും ശോഷനയും പാടുമ്പോൾ ഐ തോട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ പിന്നെ ഉണ്ടാവുമെന്ന്. പക്ഷേ അത് പ്രശാന്തും ലിജോവും കൂടെ അവരുടെ ഡിസിഷൻ ആയിരുന്നു, ലിജോൻ്റെ എസ്പെഷ്യലി. ഇത് ഹൗ എവർ ഇറ്റ് ഈസ് ഇത് അങ്ങനെ തന്നെ നല്ലതാണെന്ന്, അത് മതിയെന്ന്. സോ ആൻഡ് ഫോർ സം റീസൺ അതിലിപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് ഞാൻ എടുക്കണില്ല. പക്ഷേ കമ്പോസറിനും ആ ഡയറക്ടറിനും അവർക്ക് വിശ്വാസം ഈ വോയിസിന് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ആവശ്യമില്ല എന്ന്. ഇപ്പോൾ പ്രശാന്തിനോട് പറഞ്ഞിട്ട് എൻ്റെ വോയിസും പ്രശാന്തിൻ്റെ അനിയത്തി പ്രീതി പിള്ളേ, ഹി ഫീൽസ് ദാറ്റ് നിങ്ങൾ രണ്ടുപേരുടെയും വോയിസ് നിങ്ങൾ ഗിഫ്റ്റഡ് ആണ്, നിങ്ങൾ തന്നെ നിൽക്കാനുള്ള ക്ഷമത ഉണ്ട് ഇതിൽ. അതിപ്പോൾ ആ പുള്ളിക്കാരൻ കാണുന്നതാണ്. അപ്പോൾ വേറെ പാട്ടുകൾ ഞാൻ പാടിയതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷെ ഇത് പ്രശാന്ത് കാണുന്നൊരു സംഭവമാണ്, നിങ്ങൾക്ക് തനിയെ നിൽക്കാൻ പറ്റും, നിങ്ങളുടെ വോയിസിന് അത്ര ഒരു ഫീച്ചർ ഉണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുമില്ലാണ്ട് വോയിസ് ഇട്ടാലും അത് വർക്കാവും. അത്രയും കോൺഫിഡൻസ് പ്രശാന്ത് കാണിക്കുന്നത്. അപ്പോൾ ആസ് എ പെർഫോമർ, ആസ് എ സിംഗർ, ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ മൈ ഓൺ സെൽഫ്. ആൻഡ് ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു സീ ഫൈനൽ പ്രൊഡക്റ്റ് പുറത്ത് വരുമ്പോൾ എൻ്റെ വോയിസ് അങ്ങ് ഓക്കെ. ഇപ്പം എൻ്റെ കാര്യം പറയണം, അപ്പോൾ എൻ്റെ വോയിസ് മാത്രം അവിടെ നിൽക്കുമ്പോൾ ഒരു കേൾക്കുന്ന ആൾക്ക് വേറെ ഒന്നും കേൾക്കാനില്ല. ദേ ഹാവ് ടു ഫോക്കസ് ആൻഡ് അത് ആക്സെപ്റ്റുമായി പാടുമ്പോൾ എപ്പോഴും സെയിം ശ്രദ്ധയാണ്. അതിപ്പോൾ എങ്ങനെ ഒരു ലൈൻ പാടുകയാണെങ്കിലും മുഴുവൻ പാട്ട് പാടുകയാണെങ്കിലും ദ എഫേർട്ട് ഇസ് സെയിം. ഫോർ മീ ഇറ്റ്സ് ഓൾവേസ് ദ സെയിം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ അത് പുറത്ത് വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അതിപ്പോൾ ബോറായിട്ടും ആൾക്കാർക്ക് കാണാമായിരുന്നു. പക്ഷേ അതെൻ്റെ ഗുഡ് ഫോർച്യൂൺ ദാറ്റ് പീപ്പിൾ ആക്സെപ്റ്റഡ് ഇറ്റ് and they felt this is good the way it is, you know. So അത് പുന്നാരക്കാട്ടിലെ അതും പാട്ട് ഒരു ഹാർമോണിയം മാത്രം, ഒരു പമ്പ് മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ. സോ ഫോർ ദം ടു ഫീൽ ദാറ്റ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ, ഇതൊരു അനുഗ്രഹം എനിക്ക്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ധോനേനെ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണ്. കുറേ കാലം
ഞാനിങ്ങനെ കൊണ്ടു നടന്നൊരു പാട്ടാണത്. ഇപ്പോഴും അതെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ധോനനയ്ക്ക് പറഞ്ഞതുപോലെ ഈ രണ്ട് ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. പാട്ട് പാടാൻ അറിയാത്ത എനിക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് ധോനനെ തോന്നിയിട്ടുണ്ട്. അത്രയും എന്താ ഒരു മൂളിപ്പാട്ട് പാടുന്ന ഒരു സുഖം ധോനനയ്ക്കുണ്ട്. അത് പാടും. दो नैना परिंदे भर गए उड़ान, दो नैना नैनों में ख्वाबों की कश्ती रवा, मुश्किल हुआ दिल को खामोश रखना कि अब क्या करें हम बता दो नैना. ധോനയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? തന്നെയല്ല, ധോനയ്ക്കൊരു മലയാളം വേർഷൻ ഉണ്ടല്ലോ, ലാവെട്ടം. അതും കൂടെ ലാവെട്ടം തന്നു നാട്ടുകാരി നാടൻ പെണ്ണെ, മാവെല്ലാം പൂത്തു കൂട്ടുകാരി കുറുമ്പുകാരി, ഈ രാവിനുള്ളിൽ തുറന്നിട്ട വാതിൽ കടക്കാം മനസ്സൊന്നു കൈമാറിടാം ലാവെട്ടം. അപ്പോൾ അത് ഈ മൂളിപ്പാട്ടിന്റെ ഒരു സിംപ്ലിസിറ്റി വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ ചെയ്തൊരു പാട്ടാണോ? ഇത് പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇരുന്ന് കമ്പോസ് ചെയ്തത്. ഇത് ആ സിറ്റുവേഷന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടല്ല അത് അങ്കമാലി ഡയറീസിന് തന്നെ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഞാനും പ്രശാന്തും കൂടെ ചാലക്കുടിയിൽ വർക്ക് ചെയ്ത് ഒരു ബ്രേക്കിന് പുറത്തിറങ്ങിയപ്പോൾ ചായയൊക്കെ കുടിച്ച് വെറുതെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പ്രശാന്ത് വന്നൊരു ട്യൂണാണ്. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ അങ്ങനെ അത് ട്യൂണ് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് നടന്നതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല സിനിമയ്ക്ക്. അത് കഴിഞ്ഞ് ഐ തിങ്ക് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്രശാന്തിനെ വിളിച്ചെന്ന് പറഞ്ഞത്. അന്ന് നമ്മൾ വെറുതെ മോളിയ പാട്ട് നിനക്ക് ഓർമ്മ ഉണ്ടോയെന്ന് പറഞ്ഞത്. അത് താങ്ക്ഫുള്ളി ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ റോ ആയിട്ട് ഞാൻ പാടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്താണ്. അങ്ങനെയാണ് അത് ലിജോന് അത് അങ്ങനെ ഇഷ്ടമായി, ആ സിംഗിങ്ങിന്, ആ റോ വേർഷൻ. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വേർഷനിൽ വേർഡ്സ് ഒന്നുമില്ല, അതൊക്കെ ജിബറിഷ് പറയുന്നതാണ്. അത് അന്ന് വെറുതെ പറഞ്ഞതാണ്. അത് ലിജോന് അത്ര ഇഷ്ടമായപ്പോൾ അതന്നെ അതുപോലെ തന്നെ വെച്ചു. അതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം. വരികളുള്ളതിനേക്കാളും അതിനൊരു ഭംഗിയുണ്ട്, ആ ജിബറിഷിന് ഒരു ഭംഗിയുണ്ട്. അത് സോ ലിജോ വാസ് ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് വി കീപ് ദിസ്. അത് ട്രെയിലറിൽ നിന്നിട്ട് ഐ തിങ്ക് ആൽബത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ യെസ്, ഇത് അങ്ങനെയായിരുന്നു. നമ്മളിതൊരു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല. ഇത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആ മൂമെന്റിൽ ക്രിയേറ്റ് ആയി പോയതാണ്. പിന്നെ അത് ലിജോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രശാന്ത് അത് അവിടെ കൊണ്ടുപോയി അത് ലിജോനെ കേൾപ്പിച്ചപ്പോൾ ലിജോ ഇഷ്ടമായി, അതങ്ങനെ അതിലേക്ക് യൂസായി. അങ്ങനെയാണത്. അപ്പോൾ നമുക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരി, പ്രശാന്ത് പിള്ള രണ്ടുപേര് ആണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. സിനിമയിൽ ഇപ്പോൾ ലിജോ ജോസിൻ്റെ 1, 2, 3 സിനിമകളിൽ അതിൽ കൂടുതൽ സിറ്റി ഓഫ് ഗോഡിലുണ്ട്, ആമേൻ, അങ്കമാലി ഡയറീസ്. ഇല്ല, ഇതൻ ലിജോ ചെയ്ത ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഫിലിം ഫ്രം സിറ്റി ഓഫ് ഗോഡ് എല്ലാ സിനിമയിലും ഐ തിങ്ക് ഐ ഹാവ് സങ്. ഇനി ഞാൻ വല്ലതും വിട്ടുപോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിറ്റി ഓഫ് ഗോഡ് മുതൽക്ക് എല്ലാ സിനിമയിലും ലിജോ ഡയറക്റ്റ് ചെയ്ത എല്ലാ സിനിമയിലും എനിക്ക് പാടാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ജിങ്കിളുകളൊക്കെ ചെയ്ത് ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ആ കാലത്തിന് എങ്ങനെയാണ് ഓർക്കുന്നത്? ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടൈം. നമ്മൾ ദ യൂത്ത്ഫുൾ എനർജി, ഇപ്പം എനിക്ക് വയസ്സായെന്ന് പറയുന്നില്ല, പക്ഷേ ദ യൂത്ത്ഫുൾ എനർജി അറ്റ് ദാറ്റ് ടൈം വിച്ച് pushes you to go beyond your limitation, it's wonderful. So I think people in their early 20s and 20s, 30s, I think they should make use of that. അപ്പോൾ ഞാൻ അന്നും ആ സമയത്ത് ഐ തിങ്ക് ബോംബെയിലായിരുന്നു, ജിംഗിൾസ് ചെയ്യുന്ന കാലമൊക്കെ ബോംബെയിലായിരുന്നു. ആൻഡ് അപ്പോൾ ആരും അറിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു കോൺടാക്റ്റും ഇല്ലാത്ത കാരണം ഐ ഹാഡ് ടു കോൾ അപ്പ് പീപ്പിൾ. ആൻഡ് പിന്നെ 2003-4
ZTVയിലെ സാരേഗമാപ്പാൻ്റെ വിന്നറായിരുന്നു. അത് കാരണം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റിയിരുന്നു, അങ്ങനെ ഒരു വിന്നറാണ്. അപ്പോൾ അവരൊന്ന് കേൾക്കും, എന്താ പറയാനുള്ളത് ശ്രീകുമാറെന്ന്. അപ്പോൾ ആ സമയത്ത് സാരേഗമാപ്പ അതിനൊരു ബ്രാൻഡ്, ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അത് കാരണം പീപ്പിൾ യൂസ് ടു ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് കോളിൽ. ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ കോയിനിട്ട് വിളിച്ച് PC ഒന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു കാലം. പിന്നെ ന്യൂസ് പേപ്പർ കട്ടിങ് ഓരോന്ന് എടുത്തിട്ട് ഓരോ ഓഫീസിൽ പോയിട്ട് അവിടെ CD കൊടുക്കുക, അവിടെ പോയി കാണുക. കുറേ തട്ടിപ്പ് ആൾക്കാരുണ്ടാവും. തട്ടിപ്പിലൊക്കെ വീണിട്ടുണ്ടോ? അവർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എസ്പെഷ്യലി മോണിറ്ററി തിങ്സ് പീപ്പിൾ ടെൻ ടു ടേക്ക് മണി ഫ്രം യു. പക്ഷേ എൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് തട്ടിപ്പിൽ വീഴാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ കാശുണ്ടായിരുന്നത് ചിലപ്പോൾ പോയിരുന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മൈറ്റ് ഹാവ് പുട്ട് ഇൻ മണി. ചിലർ പറയും ഈ ആൽബം നമ്മൾ ഐ റിമെമ്പർ ഒരു ആൽബം സുഖ്വിന്ദർ സിംഗ് എല്ലാം പാടുന്ന ഒരു ആൽബത്തിൽ എനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞു, ഇത്രയും കാശ് തരണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അന്ന് ഒരു മോഹമാണ് ഇത്രയും വലിയ ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ. പക്ഷെ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, അപ്പം എനിക്ക് തരാനും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ലീവ് ഫ്രം ദർ. സോ യാ, I mean, so sometimes not having enough resources can be blessings also. അപ്പോൾ കാശൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ എസ്കേപ്പ് ആയി. ബട്ട് യാ, ഇറ്റ് വാസ് എ ഗുഡ് സ്ട്രഗിൾ. പാർലേജി കഴിച്ച് ജീവിച്ചത് ശരിക്കും. അതെ, മീൽസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലേജി ആയിരിക്കും. പിന്നെ അവേഴ്സ് ഓഫ് വാക്കിംഗ് ടു സേവ് ബസ് ഫെയർ 2 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നടക്കും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. ഇറ്റ് വാസ് നൈസ്. അത് ചെയ്യുമ്പോൾ യു ആർ വെരി മോട്ടിവേറ്റഡ്. യു ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. യു ആർ ഹാപ്പി അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. സോ ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് ഗുഡ്. നീ അകലെയാണോ സിറ്റി ഓഫ് ഗോഡിലെ പാട്ട് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. പക്ഷെ അധികം ആളുകൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വേറെയും പാട്ടുകളുണ്ട് കാണാത്ത. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അർജുനൻ സാക്ഷിയിലെ പാട്ട്, ഇക്കാണുന്ന നാടകരംഗം, അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു സിംഗർ എന്നുള്ള നിലയ്ക്ക് എന്തായാലും ആളുകൾ പാട്ടുകൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ അണ്ടർ റേറ്റഡ് ആയി പോകുമ്പോൾ അതിലെന്തെങ്കിലും? I have come to believe that it's a reflection of my own self. അതിപ്പോൾ എനിക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും അത്ര പുറത്തേക്ക് വരുന്ന ഒരാളല്ല. സോ അത് കാരണം പക്ഷെ എൻ്റെ വർക്ക് ആൾക്കാർ എത്ര ദ മോർ പീപ്പിൾ ലിസൺ ടു ഇറ്റ്, അത്ര എനിക്ക് സന്തോഷം തന്നെ. അതിന് പ്രത്യേകിച്ച് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കും അറിയില്ല. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, യുവർ സോങ്സ് ദർ ഗുഡ് ബട്ട് അതത്ര റീച്ച് ആവും. ഐ ഹാവ് നോ ഐഡിയ. അതിന് ഈ മാർക്കറ്റിംഗ് കാരണമാണോ? അത് എൻ്റെ ചില പാട്ടുകൾ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല ഉണ്ടായിരുന്നത്. മേ ബി ദ സെയിം സോങ്സ് ഇഫ് ദേ വർ സങ് ടുഡേ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ് ഓൾ ടുഗെദർ. ഐ മീൻ ഡിഫറെൻറ്റ് റീച്ച് ആയിരുന്നു ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ. ബട്ട് യാ, ഐ വിൽ നോട്ട് ഡിനൈ ദാറ്റ് എനിക്കങ്ങനെ ഒരു തോട്ട് വരാതിരിക്കാറില്ല. ഓഫ് കോഴ്സ് എൻ്റെ പാട്ടുകൾ കൂടുതൽ ആൾക്കാർ കേൾക്കണം തന്നെയാണ് എൻ്റെയും മോഹം. അത് എന്തുകൊണ്ട് എത്തിയില്ല എന്ന് കുറച്ച് എൻ്റെ ഭാഗം എൻ്റെ തെറ്റുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യലൈസ് ചെയ്യാത്ത കാരണമാവാം. ബാക്കി എനിക്കറിയില്ല, അതെൻ്റെ കർമ്മം. ലൈംലൈറ്റിനോട് എന്താണ് ഇത്ര വിരോധം? വിരോധമൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം കുറച്ചുകൂടി എൻ്റെ സ്പേസ് പീസ്ഫുള്ളായിട്ട് അങ്ങനെ പോകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈം ലൈറ്റിനോട് വിരോധമൊന്നുമില്ല. ആരും തേടി വരുമ്പോൾ ഞാൻ ആരോടും ഇല്ല, ഐ വിൽ നോട്ട് ഓപ്പൺ മൈ ഡോർ എന്ന് ആരോടും ഞാൻ പറയാറില്ല. ഹൂഎവർ കംസ് ടു മീ മോർ ദൻ ഐ വെൽക്കം ദം വിത്ത് ഓൾ മൈ ഹാർട്ട്. അത് ഇൻഫാക്ട് ഞാനിങ്ങനെ ഒളിഞ്ഞിരിക്കുമ്പോൾ എഫേർട്ട് എടുത്ത് വരുന്ന ആൾ എനിക്ക് അത്രയും കൂടുതൽ ബഹുമാനമാണ്. അത്രയും എഫേർട്ട് എടുത്തു വരുന്നത്. ദാറ്റ്സ് വൈ ഐ അപ്രീഷിയേറ്റഡ് യു ഓൾസോ റീച്ചിങ് ഔട്ട്. Adira thought of reaching out to me and interviewing me, so I feel grateful for that. So whoever comes to me, I'm more than happy to receive them. എനിക്കും സന്തോഷം. പിന്നെ അയലത്തെ പെണ്ണ്, അത് ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. അതും ഈ പറഞ്ഞതുപോലെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സാറിനെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എന്തൊരു ഫ്രഷ് ഫീലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്. ഓക്കെ, നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു ശബ്ദമാണ്.
പക്ഷേ അണ്ടർ റേറ്റഡ് ആണ്. വളരെ വിഷമിച്ചാണ് അവൻ പറയുന്നത്. അതേ സങ്കടം എനിക്കുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ ആദ്യത്തെ പാട്ട് അനുരാഗ വിലോചനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാട്ടോ അല്ല, അയലത്തെ പെണ്ണിൻ്റെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അപ്പോഴും. സാർ അതൊന്ന് പാടാം. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാള് കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി, മാനത്തെ ചന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന് പാതിര കല്യാണം കൊണ്ടാടി, വന്ന് പാതിര കല്യാണം കൊണ്ടാടി. അയലത്തെ പെണ്ണിൻ്റെ ഉള്ളിൽ വന്നു പള്ളിപ്പെരുന്നാള് കൂടി, പിന്നെ ആരാരും കാണാതെ നെഞ്ചിൽ മറന്നിട്ട തൂവാല വാങ്ങി. സൂപ്പർ. അപ്പോൾ ഈ വരാതിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? വരാൻ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അൺടിൽ ഇറ്റ് റിലീസസ് ഐ കാൻ സേ എനിത്തിങ്. ബട്ട് ദർ ആർ കപ്പിൾ ഓഫ് ഫിലിം പ്രൊജക്ട്സ്, കപ്പിൾ ഓഫ് വെബ് സീരീസ് ഓൾസോ പാടി വെച്ചിട്ടുണ്ട്. അതെപ്പോഴാണ് റിലീസെന്ന് ഐ ഹോപ്പ് ഇറ്റ് റിലീസസ് സൂൺ. അപ്പോൾ ഹിന്ദി തമിഴ് പാട്ടുകളെ കുറിച്ചിട്ട്? ഞാൻ ഹിന്ദി പാട്ടുകൾ പാടിയതൊന്നും, ഞാൻ മെയിനായി പാടിയ പാട്ടുകളൊന്നും റിലീസായില്ല. ഞാൻ കുറച്ച് പാട്ടുകൾ ശങ്കർ എഹ്സാൻ ലോയൻ, ശാന്തനു മോഹിത്ര അവരുടെ ടീമിൻ്റെ കൂടെ കുറച്ച് പാടിയിരുന്നു. പിന്നെ IPL മുംബൈ ഇന്ത്യൻസിൻ്റെ തീം അതൊക്കെ അന്ന് കാലത്ത് പണ്ട് IPL സഹാര സ്പോൺസർ ചെയ്തതായിരുന്നു. അപ്പോൾ സഹാരയുടെ മെയിൻ ആന്തം സോങ് പാടിയിരുന്നു അന്ന്. അങ്ങനെ ഹിന്ദി വർക്ക് കുറേ ചെയ്തിരുന്നു. ശാന്തനു മോഹിത്ര അവരുടെ കൂടെ പാടിയിട്ടുണ്ട്. അങ്ങനെ മെയിൻ നമ്മൾ ഫ്രണ്ട് ലൈനായി കേൾക്കുന്ന പാട്ടുകൾ അങ്ങനെ പാടിയതൊന്നും റിലീസായില്ല. പിന്നെ അതുപോലെ തന്നെ തമിഴിലും ഞാൻ കുറേ പാട്ടുകൾ പാടിയിരുന്നു, പക്ഷെ അതൊന്നും റിലീസായില്ല. ആകെ ഒരെണ്ണം റിലീസായത് രക്തചരിത്രം, സൂര്യ അഭിനയിച്ച സിനിമ. അതിലൊരു പാട്ടുണ്ട്. അത് കമ്പോസേഴ്സ് ഹിന്ദിക്കാരായിരുന്നു. എന്നിട്ട് that's only officially released Tamil song. Other than that, I don't remember. Baki either movie got stalled or last minute changes in music. അങ്ങനെയൊക്കെ ആയി. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ വരാൻ പോകുന്ന പാട്ടുകളൊന്നും പറയാൻ പറ്റില്ല. Until it's released, you can't say anything about the songs which have to come. Unpredictable ആണ് ഈ ഇൻഡസ്ട്രി. അപ്പോൾ ഇനിയും കുറേ പാട്ടുകളുടെ ശബ്ദമായി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കട്ടെ. All the best. Thank you so much. Thank you for inviting me here. Thank you for giving me this opportunity to speak to you and reach out to many people. So, big hi to everyone who still believes that there's something good in me. So, thank you so much. Thank you, sir. Thank you.